പത്തരമാറ്റ് സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി അപ്കമിംഗ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ അനാമികയുടെ വക്കീല് നന്ദകുമാർ ആണെങ്കിൽ മുത്തശ്ശനെയും മുത്തശ്ശിയും ജയിലിലേക്ക് ആക്കേണ്ട ഒരു അവസ്ഥ വരെ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. അതോടെ അനന്തപുരിക്കാരെ എതിർത്ത് തോൽപ്പിച്ച് സന്തോഷത്തിലിരിക്കുമായിരിക്കും വേണും അനാമികയൊക്കെ. അനാമിക പറഞ്ഞത് ഏതായാലും ആ കിളവനും കിളവിക്കൊക്കെ കോടതി മുറിയിൽ തല കുമ്പിട്ട് നിൽക്കേണ്ടി വന്നില്ലേ. അവസാന വിധി ഏതായാലും നമുക്ക് അനുകൂലമായിരിക്കും അച്ഛാ. അന്നേരം രേവതി പറഞ്ഞിട്ട് ഈ സന്തോഷം ഏതായാലും നമുക്കൊന്ന് ആഘോഷിക്കണം വേണുവേട്ടാ. 1-2 കോടി രൂപയാണോ? 20 കോടി രൂപയല്ലേ ഇനി നമ്മളുടെ കയ്യിലേക്ക് വരാൻ പോകുന്നത്. നമ്മുടെ മോൾക്ക് ഏതായാലും ഇതൊരു വലിയ ലോട്ടറി തന്നെയാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് രേവതി. അന്നേരം വേണു പറഞ്ഞിട്ട് ആഘോഷങ്ങൾക്കൊന്നും ഒരു കുറവും വരുത്തേണ്ട രേവതി, ഇനിയിപ്പോ നാളെയല്ലേ അന്തിമവിധി. അന്തിമവിധി ഏതായാലും ഇങ്ങോട്ടേക്ക് വന്നോട്ടെ. അനന്തപുരിക്കാരെ എല്ലാവരും ഇടിച്ച് ജയിലിലേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു കാഴ്ച ഞാൻ ഇപ്പൊ സ്വപ്നം കണ്ടു തുടങ്ങി. ഇതേ സമയത്തിന് സച്ചിയും ഭയങ്കര സന്തോഷത്തിലായിരിക്കും. സച്ചി മനസ്സിൽ ചിന്തിക്കുന്നത് ഏതായാലും നാളത്തോടു കൂടി തന്നെ വിധി വന്നു കഴിഞ്ഞാൽ പിന്നെ അനി നേരെ പോകുന്നത് ജയിലിലേക്കായിരിക്കും. അവൻ ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുൻപേ തന്നെ എന്റെയും നന്ദുവിന്റെയും താലുകെട്ട് നടന്നിരിക്കണം. എന്നിട്ട് ഇപ്പൊ എന്റെ ഭാര്യ നന്ദുവാണെന്ന കാര്യം അവനോട് ജയിലിലേക്ക് ചെന്ന് പറയണം. അവനെ ആ കാഴ്ച കൺകുളിർക്ക് കാണിച്ചു കൊടുക്കണമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ സച്ചി ഭയങ്കര സന്തോഷത്തിലായിരിക്കും. ഈ സമയത്തിന് ദേവ്യാനി ചിന്തിക്കുന്നത് ഇനിയിപ്പോ ഈ കേസ് മറ്റാരെങ്കിലും ഏൽപ്പിക്കേണ്ടി വരുമോ? ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആ അനാമിക തന്നെ ജയിക്കില്ലേ എന്നൊക്കെ ഇങ്ങനെ ദേവേനി നവീന്റെ അടുത്ത് ചോദിക്കാണ്. അന്നേരം നവീൻ പറയുന്നത് ഇവിടുത്തെ മുത്തശ്ശൻ എന്നെ സ്വന്തം കൊച്ചുമോനായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ കേസ് ഏറ്റെടുത്തിരിക്കുന്നതും ജയിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ എല്ലാവരും എനിക്കൊരു ചാൻസും കൂടെ തരണം. അതിനുശേഷം നിങ്ങൾ ആരെ വേണമെങ്കിലും വാദിക്കാൻ വെച്ചോ. ഈ കേസ് ഞാൻ എന്തായാലും ജയിച്ചിരിക്കുമെന്നിങ്ങനെ നവീൻ അവർക്ക് ഉറപ്പ് കൊടുക്കുകയാണ്. അങ്ങനെ അന്തിമ വിധി വരാൻ വേണ്ടിയിട്ട് കോടതി വീടും ഒത്തുകൂടുന്നുണ്ട്. അനാമികയെ അനിയും അനിയുടെ വീട്ടുകാരും നിരന്തരം ഉപദ്രവിച്ചതിന് നന്ദകുമാർ വക്കീല് അനിക്കെതിരായിട്ട് വീണ്ടും വീണ്ടും ഓരോ കാര്യങ്ങളൊക്കെ തെളിവ് സഹിതം വാദിക്കുന്നുണ്ട്. എന്നാൽ ആ കള്ളത്തെളിവുകളെല്ലാം തന്നെ സത്യമാണ് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ കോടതി മുത്തശ്ശനെയും മുത്തശ്ശിയും കുറ്റക്കാരാക്കി വിധിക്കുന്നുണ്ട്. അനിക്കും മുത്തശ്ശനും മുത്തശ്ശിക്കും 5 വർഷം വരെ കഠിന തടവും 5 ലക്ഷം രൂപ വരെ പിഴയും കോടതി വിധിക്കാൻ പോവുമായിരുന്നു. എന്നാൽ അതിനെയൊക്കെ എതിർത്തുകൊണ്ടായിരിക്കട്ടോ നവീൻ വക്കീൽ മുന്നോട്ട് വരുന്നത്. നവീൻ പറഞ്ഞിട്ട് വാദം തീർന്നിട്ടില്ല, എനിക്ക് അവസാനമായിട്ട് ഒരാളെയും കൂടെ വിസ്തരിക്കാനുണ്ട്. കോടതി അനുവദിക്കുകയാണെങ്കിൽ ഞാൻ അവരെ കൂടെ വിളിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നവീൻ വീണ്ടും അങ്ങോട്ടേക്ക് നവ്യെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. നവീൻ പറഞ്ഞിട്ട് അനാമികയും മുത്തശ്ശിയും മുത്തശ്ശനൊക്കെ ഉപദ്രവിച്ച കഥകൾ മാത്രമല്ലേ കോടതി കേട്ടിട്ടുള്ളൂ. എന്നാൽ ശരിക്കും ഈ അനാമിക ആരാണെന്നുള്ള കാര്യം ഞാൻ കോടതിക്ക് മുൻപാകെ തെളിയിച്ചു തരുന്നുണ്ട്. അങ്ങനെ നവ്യെ നവീൻ അങ്ങോട്ടേക്ക് വിളിപ്പിച്ചു വരുത്തിക്കൊണ്ട് തന്നെ പറഞ്ഞിട്ട് ഈ നിൽക്കുന്ന നവ്യ എന്റെ കോളേജ് ഫ്രണ്ടാണ്. അവളുടെ വയറ്റിൽ വളർന്ന കുഞ്ഞിനെ വയറ്റിൽ വെച്ച് തന്നെ ഇല്ലാതാക്കാൻ നോക്കിയവളാണ് ഈ അനാമിക. അത് കേട്ടതോടുകൂടി തന്നെ അനാമിക ശക്തമായിട്ട് എതിർക്കുന്നുണ്ട്. അനാമിക പറഞ്ഞിട്ട് പച്ചക്കള്ളമാണ് ഈ വക്കീല് വിളിച്ചോണ്ട് പറയുന്നത്. ഞാൻ അങ്ങനെ ആരുടെയും കുഞ്ഞിനെ ഇല്ലാതാക്കാനൊന്നും നോക്കിയിട്ടില്ല. നവ്യയുടെ അനിയത്തി നയന തന്നെയാണ് അവളെ ആ പാല് കാച്ചിട്ട് കുടിപ്പിക്കാനും ശ്രമിച്ചത്. പിന്നെ അത് അവളുടെ അമ്മായിയമ്മ എടുത്തു കുടിച്ചതെന്താ എന്റെ തെറ്റാണോ? അന്നേരം നവ്യ പറഞ്ഞിട്ട് ഇല്ല, ഒരിക്കലും എന്റെ അനിയത്തി എന്നോട് അങ്ങനെയൊന്നും ചെയ്യില്ല. നീ തന്നെയാണ് അന്ന് എന്റെ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ചത്. എന്നാ നിനക്കൊരിക്കലും അത് നടത്താൻ സാധിച്ചില്ല. പകരം ആ പാലെടുത്ത് കുടിച്ചത് വല്യമ്മയായി പോയില്ലേ. നവ്യയുടെ വാക്കെല്ലാം കേട്ടുകൊണ്ട് തന്നെ അനാമികയുടെ വക്കീൽ എഴുന്നേറ്റ് വന്നുകൊണ്ട് തന്നെ പറഞ്ഞിട്ട് ശരി ആയിക്കോട്ടെ, പാലിൽ വിഷം കലർത്തിയത് അനാമിക തന്നെ ആയിക്കോട്ടെ. പക്ഷേ നിങ്ങളുടെ കയ്യിൽ എന്താ അതിന് വ്യക്തമായിട്ടുള്ള തെളിവുണ്ടോ എന്ന് ചോദിക്കും. അങ്ങനെ എന്തെങ്കിലും തെളിവ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ അത് കൊണ്ടുവാ. കോടതിക്ക് ആവശ്യം തെളിവാണ്. അതില്ലാതെ വെറുതെ വായിട്ടലച്ച് കോടതിയുടെ സമയം പോലും വേസ്റ്റ് ആക്കരുത് എന്നൊക്കെ പറഞ്ഞ നവ്യോട് ദേഷ്യപ്പെടാട്ടോ നന്ദകുമാർ. തെളിവുകളൊന്നും ഇല്ലാത്ത പക്ഷം അനിയുടെ വക്കീല് പറഞ്ഞ കാര്യങ്ങളൊന്നും ഒരിക്കലും കോടതിക്ക് മുഖവരക്കെടുക്കാൻ പറ്റില്ല. അങ്ങനെ അനാമികക്ക് അനുകൂലമായിട്ട് വിധി പറയാൻ കോടതി ഉത്തരവിടുന്നുണ്ട്. എന്നാൽ അപ്പോഴേക്കും നവീൻ വീണ്ടും വന്നിട്ട് അതിനെ തടഞ്ഞുകൊണ്ട് തന്നെ സംസാരിക്കാൻ തുടങ്ങും. നവീൻ പറയുന്നത് തെളിവുകളില്ല എന്ന് ആര് പറഞ്ഞു? കൃത്യമായ തെളിവോടുകൂടി തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. ഇന്നലെ ആദർശിന്റെ അമ്മ ദേവയാനിയെ ഞാൻ അനാമികയുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. ഈ കേസിൽ നിന്നും പിന്മാറാൻ വേണ്ടിയിട്ട് അനാമികയുടെയും വേണുവിന്റെയും കാല് പിടിക്കാമെന്ന വ്യാജേനയാണ് ദേവയാനി ഇന്നലെ അങ്ങോട്ടേക്ക് കയറി ചെന്നത്. പക്ഷേ അവർ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്റെ പോക്കറ്റിൽ കിടക്കുന്ന ഫോണിൽ വീഡിയോ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടാൽ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലാവുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കട്ടെ നവീൻ ആ ഒരു വീഡിയോ ദൃശ്യം നേരെ കോടതിക്ക് മുൻപാകെ സമർപ്പിക്കുന്നത്. ആ വീഡിയോയിലാണെങ്കിൽ അനാമികയും വേണു രേവതിയും തമ്മിൽ സംസാരിക്കുന്ന കാര്യങ്ങളായിരിക്കും. നവീൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ പോലെ തന്നെ ദേവയാനി ഏതായാലും വേണുവിനും അനാമികക്കും രേവതിക്കും മുന്നിൽ അഭിനയിക്കുന്നുണ്ട്. ദേവയാനി പറഞ്ഞിട്ട് എന്റെ അച്ഛനും അമ്മയൊക്കെ പ്രായമായവരാണ്. നിങ്ങൾ എങ്ങനെയെങ്കിലും ഈ കേസ് പിൻവലിക്കണം. അവരെ ഒരിക്കലും ഈ വയസ്സാങ്കാലത്ത് ജയിലിൽ കിടത്താനൊന്നും പറ്റില്ല. ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അനാമികയുടെയും വേണുവിന്റെയും കാല് പിടിക്കാൻ പോലും ഞാൻ തയ്യാറാണ്.
എന്റെ കരള് പോവാൻ കാരണം അനാമിക മോളാണെന്ന കാര്യമൊക്കെ എനിക്കറിയാം. പക്ഷേ അതൊക്കെ ഞാൻ മറന്നോളാം. ഈ കേസ് എങ്ങനെയെങ്കിലും ഒന്ന് പിൻവലിച്ചാൽ മാത്രം മതി എന്നൊക്കെ പറഞ്ഞ ദേവയാനി അവർക്ക് മുന്നിൽ ഇങ്ങനെ കരഞ്ഞ് അഭിനയിക്കുന്നുണ്ട്. എന്നാൽ ഇവരുടെ ഈ ഒരു സംഭാഷണമെല്ലാം തന്നെ നവീൻ ക്യാമറയിൽ പകർത്തുമായിരുന്നു. അന്നേരം വേണു പറഞ്ഞിട്ട് ഇപ്പൊ മനസ്സിലായില്ലേ ദേവയാനി ചേച്ചി, നിങ്ങളുടെ വക്കീലിനെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ലെന്ന്. ഇപ്പതേ ഈ വക്കീൽ പോലും ഇങ്ങോട്ടേക്ക് നേരിട്ട് വന്നത് കണ്ടില്ലേ? വക്കീലിതാ എന്റെ കാല് പിടിക്കാൻ വരെ തയ്യാറായി വന്നിരിക്കുന്നു. ശരി, നിങ്ങൾ പറഞ്ഞതുപോലെ ഞങ്ങൾ കേസൊക്കെ പിൻവലിച്ചേക്കാം. പക്ഷേ ഞങ്ങൾ പറഞ്ഞതുപോലെ, ഞങ്ങൾ വാശി പിടിച്ചതുപോലെ ഞങ്ങൾക്ക് ആ 20 കോടി രൂപ ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തിയിരിക്കണം. എന്താ ആ പൈസ നിങ്ങൾ തരാൻ തയ്യാറാണോ എന്നൊക്കെ ചോദിക്കായിരിക്കട്ടെ വേണു. ദേവേനി പറഞ്ഞത് ഇപ്പോ 20 കോടി രൂപയൊന്നും ഞങ്ങൾക്ക് തരാൻ പറ്റില്ല വേണു എന്ന് പറയുന്ന സമയത്തിന് വേണു പറഞ്ഞത് എങ്കിൽ പിന്നെ ഈ കേസിൽ നിന്ന് ഞങ്ങൾക്ക് പിന്മാറാനൊന്നും പറ്റില്ല. അനാമിക പറഞ്ഞത് വല്യമ്മ ഒരൊറ്റൊരുത്തി കാരണമാണ് മുത്തശ്ശൻ എന്നെ അനന്തപുരി തറവാട്ടിൽ നിന്നും പടിയിറക്കി വിട്ടത്. ശരിയാണ്, വല്യമ്മ പറഞ്ഞതൊക്കെ ശരിയാണ്. വല്യമ്മയുടെ കാറിൽ പോവാൻ ഞാൻ തന്നെയാണ് കാരണക്കാരി. എന്നാ അന്ന് നവ്യയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ അന്ന് ആ പാലിൽ പൊടി കലർത്തിയത്. എന്നാ അതൊന്നും അറിയാതെ ആ പാലെടുത്തു കുടിക്കാൻ ഞാൻ വല്യമ്മയോട് പറഞ്ഞോ? ഇല്ലല്ലോ. വല്യമ്മ ഏതായാലും ഇപ്പൊ തൽക്കാലം ഇവിടെ നിന്ന് പോവാൻ നോക്ക്. ആ 20 കോടി രൂപ കിട്ടാതെ ഞങ്ങൾ ഒരിക്കലും കേസ് പിൻവലിക്കുന്ന പ്രശ്നമില്ല എന്നൊക്കെ പറയാട്ടോ അനാമിക. അങ്ങനെ വേണുവിന് ആകെ ദേഷ്യം വന്നതുകൊണ്ട് തന്നെ ദേവ്യാനെയും നവീനെയും അവിടെ നിന്ന് മാട്ടിയിറക്കി വിടുന്നത്. എന്നാൽ ഈ വീഡിയോ ദൃശ്യമെല്ലാം തന്നെ നവീൻ കോടതിക്ക് മുൻപാകെ സമർപ്പിക്കും. അതോടുകൂടി തന്നെ അനി ശരിക്കും ആരാണെന്നുള്ള കാര്യമെല്ലാം കോടതിക്കും എല്ലാവർക്കും ബോധ്യപ്പെടും. അനാമികയുടെ തനി സ്വരൂപം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാവാണ്. അതോടുകൂടെ തന്നെ ഇത് വേണുവിന് അങ്ങ് വല്ലാതാവുന്നുണ്ട്. വേണു പറഞ്ഞിട്ട് ഇത് വല്ലാത്തൊരു ചതിയായി പോയല്ലോ മോളെ. എന്നാലും ആ വക്കീലിന് ഇത്രമാത്രം ഒരു കുരുട്ടുബുദ്ധി ഉണ്ടായിരുന്നോ? ഇപ്പോ നമ്മളാകെ പെട്ടുപോയല്ലോ. ദേവയാനി കാല് പിടിക്കാനാണെന്നൊക്കെ പറഞ്ഞ് അപ്പോ വീട്ടിലേക്ക് വന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ലല്ലോ. അന്നേരം അനാമിക പറഞ്ഞിട്ട് അച്ഛാ ഇപ്പൊ കുറ്റം നമ്മുടേതായി. ഇതിന്റെ പേരിൽ എനിക്കൊരിക്കലും ജയിലിൽ പോയി കിടക്കാനൊന്നും പറ്റില്ല അച്ഛാ. എന്നെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്നൊന്ന് രക്ഷിക്കാൻ നോക്ക്. അനാമിക കേസ് വാദം കേട്ടുകൊണ്ട് തന്നെ ആകങ്ങനെ ടെൻഷനോടെ ഇരിക്കുന്ന സമയത്തിന് നവീൻ വീണ്ടും വിളിച്ചു പറയുന്നുണ്ട് ഇത് മാത്രമൊന്നുമല്ല. അനാമികയുടെ വക്കീല് നേരത്തെ കോടതി മുൻപാകെ പറഞ്ഞല്ലോ അനിക്ക് പല സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടെന്ന്. അങ്ങനെ ഒരു ദുശീലമൊന്നും ഒരിക്കലും അനിക്കില്ല. അതിന് എന്തെങ്കിലും തെളിവുണ്ടോ? ഇല്ലല്ലോ. പക്ഷേ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അനാമികയും കാമുകനും തമ്മിൽ സംസാരിക്കുന്നതും അവർ രണ്ടുപേരും ഇന്റിമേറ്റ് ആയിട്ട് ഇടപഴകുന്ന വീഡിയോസ് എല്ലാം തന്നെ കോടതിക്ക് മുൻപാകെ കാണിച്ചു കൊടുക്കുകയാണ് നവീൻ. അത് കണ്ടതോടുകൂടി തന്നെ വേണുവിന് ആകെ ടെൻഷനാവാണ്. വേണു പറയുന്നത് ഉടനെ തന്നെ എന്തെങ്കിലും ചെയ്യണം വക്കീലെ, അല്ലെങ്കിൽ പിന്നെ എന്റെ മോളുടെ ഭാവി തന്നെ ഇല്ലാതാവല്ലേ. അന്നേരം നന്ദകുമാർ ചോദിക്കുന്നത് ഇനി ഞാൻ എന്ത് ചെയ്യാനാ? എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്തിട്ടാണ് ഞാൻ ഈ കോടതി വിധി ഇത്രയും കൊണ്ടെത്തിച്ചത്. നിങ്ങൾ തന്നെ അനന്തപുരിക്കാർക്ക് തെളിവുകളെല്ലാം കൊടുത്തിട്ട് എല്ലാം അങ്ങ് നശിപ്പിച്ചു കളഞ്ഞില്ലേ. ഇനി ഏതായാലും വരുന്നതങ്ങ് അനുഭവിച്ചോ. എന്നെ കൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് വക്കീല് പെട്ടെന്നങ്ങ് കൈയൊഴിയൂ. അങ്ങനെ വാദപ്രതിവാദങ്ങൾക്ക് അവസാനം തന്നെ കോടതി വിധി പ്രഖ്യാപിക്കുന്നുണ്ട്. ഇവിടെ അനിക്കെതിരെ അനാമിക കൊണ്ടുവന്നിരിക്കുന്ന തെളിവുകളെല്ലാം തന്നെ വ്യാജമാണെന്നും ഒരു പിഞ്ചു കുഞ്ഞിനെ വയറ്റിൽ വെച്ച് തന്നെ കൊല്ലാൻ നോക്കിയ അനാമിക ഒരു ക്രിമിനലാണെന്ന കാര്യം കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറയും. സ്വന്തം വല്യമ്മയുടെ കരടാണ് ഇവൾ കാരണം പോയിരിക്കുന്നത്. ഒരു കുടുംബത്തിലേക്ക് കയറി ചെന്ന് അവരെ ഉള്ളവരെല്ലാം തന്നെ മാനസികമായി പീഡിപ്പിച്ചതിന് അനാമികയും അവളുടെ വീട്ടുകാരും 2 കോടി രൂപയെങ്കിലും അനന്തപുരിക്കാർക്ക് നഷ്ടപരിഹാരമായി കൊടുത്തേ പറ്റൂ എന്ന് കോടതി വിധി വരും. അതുകൂടാതെ 6 മാസത്തെ ജയിൽ ശിക്ഷയും അവൾക്ക് വിധിക്കുന്നുണ്ട്. എന്നാൽ അന്തിമ വിധി വന്നതോടുകൂടി തന്നെ അനന്തപുരിക്കാർക്ക് എല്ലാവർക്കും കേസ് ജയിച്ചതിൽ ഒരുപാടധികം സന്തോഷാവുന്നുണ്ട്. എന്നാൽ വിധി വന്നതോടുകൂടി തന്നെ ആകെ തകർന്നടിഞ്ഞു പോവാട്ടോ വേണു അനാമികയൊക്കെ. ഇനിയിപ്പോൾ 2 കോടി രൂപയും കൂടി ഞാൻ എങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമെന്നൊക്കെ പറഞ്ഞ് നെഞ്ചത്തിങ്ങനെ കൈവച്ച് കരയായിരിക്കും വേണു. അന്നേരം അനാമിക ചോദിക്കുന്നുണ്ട് ഓ ഇപ്പോൾ അതാണോ അച്ഛൻ്റെ വലിയ പ്രശ്നം? എന്നെ എങ്ങനെയെങ്കിലും ഈ കോടതിയിൽ നിന്ന് പോലീസുകാരിൽ നിന്നൊക്കെ രക്ഷിക്കാൻ നോക്കാച്ചാ. അപ്പോഴേക്കും പോലീസുകാർ വന്നിട്ട് അനാമികയുടെ കയ്യിൽ വയലങ്ങ് വെച്ചിട്ടുണ്ടാവും. അപ്പോഴേക്കും അവളെ ഒരിക്കലും ജീപ്പിലേക്ക് കയറ്റരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അനന്തപുരിയിൽ നിന്നും മുത്തശ്ശനും മുത്തശ്ശി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. 1 മിനിറ്റ് നിൽക്ക് സർ, അവളെ കയറ്റാൻ വരട്ടെ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ അവളോട് പറയാനുണ്ട്. അങ്ങനെ മുത്തശ്ശൻ വന്നതോടുകൂടി തന്നെ ദേഷ്യപ്പെട്ട് അനാമികയുടെ കർണം തീർത്തൊരൊറ്റൊന്നങ്ങ് പൊട്ടിക്കാണ് മുത്തശ്ശൻ. നീ ഇത്രകാലം അനന്തപുരിക്കാരോട് ചെയ്ത ക്രൂരതകൾക്കെല്ലാം തന്നെ ദൈവം നിനക്ക് തന്ന ശിക്ഷയാണടി ഇത്. കോടതിക്കകത്ത് വെച്ച് നീ എന്തൊക്കെയാണ് എന്റെ വസുന്ധരയെ പറ്റി പറഞ്ഞിരുന്നത്? ഇന്നേ വരെ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്തവളാണ് എന്റെ വസുന്ധര. അങ്ങനെയുള്ളവളെ പറ്റി ഇല്ലാ കഥകളൊക്കെ മെനഞ്ഞുണ്ടാക്കിയ നിന്റെ അണപ്പല്ലടിച്ചങ്ങ് തെറിപ്പിക്കാണ് വേണ്ടിയിരുന്നത്. പക്ഷേ ഇത് കോടതി മുറിയായി പോയി. അത്രയെങ്കിലും ഞാൻ നിന്നോട് ചെയ്തില്ലെങ്കിൽ പിന്നെ ദൈവം പോലും എന്നോട് പൊറുക്കില്ലടി. നീ ചെയ്ത പാപങ്ങളെല്ലാം ഇനി ജയിലിൽ കിടന്ന് തീർക്ക്. അനിമോന് നല്ലൊരു തറവാട്ടിൽ നിന്ന് നല്ലൊരു പെൺകുട്ടിയെ ഈ മൂർത്തി കണ്ടെത്തി കൊടുക്കും. നീ ആ സമയത്തൊക്കെ ഈ ജയിലിൽ കിടന്ന് അനുഭവിക്കുകയായിരിക്കും. അങ്ങനെ മുത്തശ്ശൻ അത്രയും പറയുന്ന സമയത്തിന് അനാമിക അവിടെ നിന്നും പോവാൻ നോക്കാണ്. ആ സമയത്തിന് മുത്തശ്ശി പറഞ്ഞിട്ട് നിക്ക് അവളെ കൊണ്ടുപോവല്ലേ, എനിക്കും ചില കാര്യങ്ങളൊക്കെ ഇവളോട് സംസാരിക്കാനുണ്ട്.
ഞാൻ അനന്തപുരി തറവാട്ടിൽ വെച്ച് നിന്നെ അടിക്കാനും ദ്രോഹിക്കാനൊക്കെ വന്നിട്ടുണ്ടെന്നല്ലേ നീ കോടതിയിൽ വെച്ച് പറഞ്ഞത്? അങ്ങനെ എന്നെ പറ്റി കള്ളത്തരം പറഞ്ഞ് നീ എന്നെ അങ്ങ് ജയിലിലാക്കാമെന്ന് വിചാരിച്ചോടി? എന്നാ ഈ വസുന്ധരയുടെ കയ്യിന്റെ ചൂട് എന്താണെന്ന് ഇപ്പൊ നീ അറിയാൻ പോകുന്നതേയുള്ളൂ. പറഞ്ഞു തീരുന്നതിന് മുൻപേ തന്നെ മുത്തശ്ശി അനാമികയുടെ കർണനീർത്തർ ഒറ്റന്നങ്ങ് പൊട്ടിക്കാണ്. അനാമികയുടെ കയ്യിൽ വിലങ്ങ് വെച്ചതുകൊണ്ട് തന്നെ ഒന്ന് തടവാൻ പോലും അനാമികക്ക് കഴിയുന്നില്ല. ഒരു കവിളിലാണെങ്കിൽ മുത്തശ്ശി, ഒരു കവിളിലാണെങ്കിൽ മുത്തശ്ശൻ, രണ്ടുപേരും മാറി മാറി അടിച്ചത് കൊണ്ട് തന്നെ ആകെ ഇങ്ങനെ തല താഴ്ത്തി നിന്നു പോവാൻട്ടോ അനാമിക. അപ്പോഴേക്കും പോലീസുകാർ വന്നിട്ട് പറയുന്നുണ്ട്, ഇവിടെ വെച്ച് ഇതൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അനാമിക അവിടെ നിന്ന് മാറ്റി നിർത്തിയിട്ട് നേരെ പോലീസ് ജീപ്പിൽ കയറ്റി കൊണ്ടുപോകുന്നുണ്ട്. അനിക്കും നന്ദുവിനും ഭയങ്കര സന്തോഷമായിരിക്കും. അനി ചെന്നിട്ട് നന്ദുവിനോട് പറഞ്ഞിട്ട്, ഇനി നമുക്ക് ഏതായാലും ആ അനാമികയുടെ ശല്യമൊന്നും ഉണ്ടാവില്ല നന്ദു, ഇനിയെങ്കിലും നമുക്ക് രണ്ടുപേർക്കും സന്തോഷത്തോടെ ജീവിക്കാലോ. നന്ദു പറഞ്ഞിട്ട്, അവളെ എനിക്ക് ജയിലിൽ പോയിട്ടൊന്ന് കാണണമെന്നുണ്ട്. ഇത്രേ കാലം VIP പോലെ ജീവിച്ചവളാണ് അവൾ. അനന്തപുരിയിലെ കോടികൾ സ്വപ്നം കണ്ട് ഇനി മുതൽ കോടീശ്വരിയാവാമെന്നൊക്കെ ചിന്തിച്ച് വളരെയധികം സന്തോഷത്തോടെ നിന്നതല്ലേ. ഏതായാലും അവളുടെ ജയിൽവാസം എങ്ങനെയുണ്ടെന്ന് എനിക്ക് നേരിട്ടറിയണം. കേസ് ജയിച്ചതുകൊണ്ട് തന്നെ അനന്തപുരിക്കാർക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരിക്കും. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും ചേർന്നിട്ട് മുത്തശ്ശിയും മുത്തശ്ശനും ആദർശും നയനയും എല്ലാവരും ചേർന്ന് നേരെ നരഹസിംഹത്തിന്റെ വീട്ടിലേക്ക് ചെന്ന് നവീനോട് നേരിട്ട് സന്തോഷം പങ്കുവെക്കുന്നുണ്ട്. അവരെല്ലാവരും വന്നിട്ട് നവീനോട് നന്ദി പറയാണ്. മുത്തശ്ശൻ പറഞ്ഞിട്ട്, വക്കീൽ കാരണം മാത്രമാണ് ഞാനും വസുന്ധരയും ഇപ്പൊ ജയിലിലേക്ക് പോവാഞ്ഞത്. അതിന് എത്ര കോടി രൂപ തരാനോ ഞങ്ങൾ തയ്യാറാണ് എന്നൊക്കെ പറഞ്ഞു മുത്തശ്ശൻ ഒരു 20 കോടി രൂപയും കൊണ്ടായിരിക്കട്ടെ വന്നിരിക്കുന്നത്. അപ്പോഴേക്കും നവീൻ പറഞ്ഞിട്ട്, എനിക്ക് എന്റെ സ്വന്തം മുത്തശ്ശന്റെ സ്ഥാനം തന്നെയാണ് മൂർത്തി മുത്തശ്ശനും. മുത്തശ്ശന്റെ സുഹൃത്തിനോട് ഒരിക്കലും കാശ് വാങ്ങാൻ പാടില്ല. ഞാൻ ഈ കേസ് ഏറ്റെടുത്തത് ഒരിക്കലും പണത്തിന് വേണ്ടിയിട്ടൊന്നുമല്ല സർ. ഏതായാലും കേസ് ജയിച്ചല്ലോ, എനിക്കത് മാത്രം മതി. അങ്ങനെ നവീൻ കാശൊന്നും തന്നെ മുത്തശ്ശന്റെ കയ്യിൽ നിന്നും വാങ്ങുന്നില്ല. അങ്ങനെ അവരെല്ലാവരും തിരിച്ച് അനന്തപുരി വീട്ടിലേക്ക് എത്തിയതോടുകൂടി തന്നെ അനാമിക ജയിലിലേക്ക് പോയി എന്ന വിവരം ജാനകി അറിയുന്നുണ്ട്. അത് കേട്ടിട്ട് ഒട്ടും തന്നെ സഹിക്കാൻ കഴിയുന്നില്ല കേട്ടോ ജാനകിക്ക്. ജാനകി പറയുന്നുണ്ട്, പാവം എന്റെ അനാമിക മോളൊരു പാവം പെൺകുട്ടിയായിരുന്നു. നിങ്ങളെല്ലാവരും അവളെ കള്ളക്കേസിൽ കുടുക്കിയിട്ട് അവളെ ജയിലിലേക്ക് പറഞ്ഞയക്കേണ്ടിയിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അനാമികയുടെ പക്ഷം ചേർന്നുകൊണ്ട് തന്നെ ജാനകി സംസാരിക്കുന്നത് കേട്ടിട്ട് ഒട്ടും തന്നെ സഹിക്കാൻ കഴിയുന്നില്ല കേട്ടോ അജയന്. അജയൻ വന്നിട്ട് ജാനകിയുടെ കർണം തീർത്ത ഒറ്റന്നങ്ങ് പൊട്ടിക്കാണേ. എടി, എന്റെ അച്ഛനോടും അമ്മയോടും അവൾ ഇത്രമാത്രം ദ്രോഹം ചെയ്തിട്ട് പോലും നീ ഇപ്പോഴും അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാണോ? നിനക്ക് അവളോട് അത്രമാത്രം സ്നേഹമാണെങ്കിൽ നീയും കൂടി അവളുടെ കൂടെ ജയിലിൽ പോയിട്ട് അവിടെ പോയി കിടക്കടി. അവൾ എന്റെ അച്ഛനെയും അമ്മയെയും ജയിലിലാക്കാൻ നോക്കിയവളാണ്. ഇനി നീ ഒരിക്കലും അവളുടെ പേര് ഇവിടെ ശബ്ദിച്ചു പോവരുത്. അങ്ങനെ അനന്തപുരിയിലെ കേസും കാര്യങ്ങളെല്ലാം ഏകദേശം ഒതുങ്ങിയതോടുകൂടെ തന്നെ പിന്നെ വരുന്നത് നന്ദുവിന്റെ വിവാഹ നിശ്ചയമായിരിക്കും. കനകദുർഗയും ഗോവിന്ദനും ചേർന്ന് കൂടെ തന്നെ നന്ദുവിന്റെ വിവാഹ നിശ്ചയം നടക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കുന്നുണ്ട്. എന്നാൽ കൃത്യസമയത്ത് നിശ്ചയം മുടക്കാൻ വേണ്ടിയിട്ട് അനി അവന്റെ കൂട്ടുകാരെ കൂട്ടി വീട്ടിലേക്ക് വരുന്നുണ്ട് എന്ന് മാത്രമല്ല, പിന്നീട് അങ്ങോട്ടേക്ക് നല്ല സൂപ്പർ ത്രില്ലിംഗ് എപ്പിസോഡൊക്കെ ഉണ്ടോ വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും